അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം പറയാനുള്ള അതിമനോഹരമായ ഒരു പ്രാർത്ഥനയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പഠിക്കുന്നത്. ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത, ദുആ ചെയ്യുമ്പോൾ പാലിക്കേണ്ട എല്ലാ മര്യാദകളും ഈ പ്രാർത്ഥനയിലുണ്ട്. ഹദീസുണ്ട്, ആയത്തുണ്ട്, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ഇരക്കുന്നുണ്ട്. നമുക്ക് ദുനിയാവിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ഈ പ്രാർത്ഥനയിലുണ്ട്. ആഖിറത്തിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ഈ പ്രാർത്ഥനയിൽ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ദുനിയാവും ആഖിറവും മുഴുവനായും ലഭിക്കുന്ന അതിമനോഹരമായ അർത്ഥമുള്ള അതിശക്തമായ ഉത്തരം ലഭിക്കുന്ന ഒരു മനോഹരമായ പ്രാർത്ഥനയാണ്. നമ്മുടെ പള്ളികളിലൊക്കെ 5 വഖ്തിനും ഉസ്താദുമാർ ദുആ ഇരക്കാറുള്ള പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. ഇത് ജീവിതത്തിൽ പതിവാക്കുന്നതിലൂടെ, ഇത് മനഃപ്പാഠമാക്കുന്നതിലൂടെ വലിയ ഒരു ഗുണമാണ് നമുക്ക് ലഭിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ആമീൻ എന്ന് കമൻറ്റ് ചെയ്യുകയും അതോടൊപ്പം ഈ പ്രാർത്ഥന എഴുതിയെടുത്ത് മനഃപ്പാഠമാക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഈ പ്രാർത്ഥന സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, അതിനുശേഷം അതിൻ്റെ അർത്ഥവും പറയുന്നുണ്ട്. എല്ലാവരും അവസാനം വരെ കാണുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم اغفر لي ذنوبي وخطاياي كلها، اللهم انعشني واجبرني واهدني لصالح الأعمال والأخلاق، إنه لا يهدي لصالحها ولا يصرف سيئها إلا أنت توفني مسلما وألحقني بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر لي ولوالدي، رب ارحمهما كما ربياني صغيرا. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. പ്രിയമുള്ളവരെ, ഇതാണ് ആ പ്രാർത്ഥന. നമുക്കൊന്നുകൂടെ ചൊല്ലാം: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم اغفر لي ذنوبي وخطاياي كلها، اللهم انعشني واجبرني واهدني لصالح الأعمال والأخلاق، إنه لا يهدي لصالحها ولا يصرف سيئها إلا أنت توفني مسلما وألحقني بالصالحين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر لي ولوالدي، رب ارحمهما كما ربياني صغيرا. آمين برحمتك يا أرحم الراحمين. وصلى الله وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. പ്രിയമുള്ളവരെ, ഇതാണ് ആ പ്രാർത്ഥന. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാ സ്തുതിയും ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുവേ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലും കുടുംബത്തിൻ്റെ മേലിലും അനുഗ്രഹം നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലി ദുനൂബി വ ഖതായായ കുല്ലഹാ, അല്ലാഹുവേ, എൻ്റെ എല്ലാ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും മാപ്പ് നൽകണമേ.
اللهم انعشني واجبرني واهدني لصالح الأعمال والأخلاق. അല്ലാഹുവേ, നീ എന്നെ ശക്തിപ്പെടുത്തുകയും എൻ്റെ കുറവുകൾ പരിഹരിക്കുകയും നല്ല പ്രവൃത്തികളിലേക്ക്, നല്ല സ്വഭാവങ്ങളിലേക്ക് എന്നെ നയിപ്പിക്കുകയും ചെയ്യണമേ അല്ലാഹ്. ഇന്നഹു ലാ യഹ്ദി ലിസ്വാലിഹിഹാ വലാ യസ്രിഫു സയ്യിഅഹാ ഇല്ലാ അൻത്. നല്ല കാര്യങ്ങളിലേക്ക് നയിക്കുകയും മോശം കാര്യങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കുകയും ചെയ്യണമേ അല്ലാഹ്. എന്നെ മോശം കാര്യങ്ങളിലേക്ക് തിരിക്കുകയും ചെയ്യരുത് അല്ലാഹ്. ഇനി തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്നെ മുസ്ലിമായിട്ട് തന്നെ മരിപ്പിക്കണമേ അല്ലാഹ്. വ അൽഹിഖ്നി ബിസ്സാലിഹീൻ. എന്നെ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഈ ലോകത്തും പരലോകത്തും നല്ലതു മാത്രം എനിക്ക് നൽകണമേ അല്ലാഹ്. നരകശിക്ഷയിൽ നിന്ന് കാത്തു രക്ഷിക്കണമേ അല്ലാഹ്. ഈ പ്രാർത്ഥനയിൽ എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്താണ്. ഇതിലെല്ലാമുണ്ട്. ദുനിയാവിലും ആഖിറത്തിലും എന്തൊക്കെ നല്ലതുണ്ടോ അത് മാത്രം നൽകണമേ അല്ലാഹ്. നല്ല മക്കളും നല്ല കുടുംബവും നല്ല ജീവിതവും നല്ല സാമ്പത്തിക ശേഷിയും, ഖബറിലും എനിക്ക് നല്ല ജീവിതം നൽകണം, പാരത്രിക ലോകത്ത് സ്വർഗം നൽകണം. അങ്ങനെ എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടോ അതൊക്കെ നൽകുന്ന അതിമഹത്തായ ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന. അല്ലാഹുമ്മ ഗ്ഫിർലി വലിവാലിദയ്യ. അടുത്ത ഭാഗമാണ് അല്ലാഹുമ്മ ഗ്ഫിർലി വലിവാലിദയ്യ. അല്ലാഹുവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും മാപ്പ് നൽകണേ അല്ലാഹ്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. എൻ്റെ രക്ഷിതാവായ അല്ലാഹുവേ, എൻ്റെ ബാപ്പയും എൻ്റെ ഉമ്മയും എൻ്റെ മാതാപിതാക്കൾ എന്നെ ചെറുപ്പത്തിൽ വളർത്തിയതുപോലെ, എനിക്ക് കരുണ നൽകിയതുപോലെ അവർക്കും നീ കരുണ നൽകണമേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നിൻ്റെ കാരുണ്യക്കടലായ കരുണാനിധിയായ അല്ലാഹുവേ, നിൻ്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണമേ അല്ലാഹ്. وصلى الله وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. അല്ലാഹുവേ, ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടികളിൽ ഉന്നതരായ മുത്തുനബിയുടെ മേൽ നീ അനുഗ്രഹം ചൊരിയണമേ. അവിടുത്തെ സ്വഹാബത്തിൻ്റെയും അവിടുത്തെ കുടുംബത്തിൻ്റെയും മേലിൽ അനുഗ്രഹം നൽകണമേ അല്ലാഹ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹുവേ, സർവ്വസ്തുതിയും നിനക്കാണ്. പ്രിയമുള്ളവരെ, ഇതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ഈ പ്രാർത്ഥന മനഃപ്പാടമാക്കി എല്ലാ ദിവസവും എല്ലാ ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷവും ചൊല്ലിക്കഴിഞ്ഞാൽ നാം വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങൾ, പറയാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹു അതറിഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിച്ചു തരും. നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ സ്വപ്നങ്ങളുമൊക്കെ നാം അറിയാതെ തന്നെ അള്ളാഹു നമുക്ക് സാധിപ്പിച്ചു തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.